വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ നമ്മുടെ പുതിയ തലമുറ. എന്തുകൊണ്ട് പഠിക്കാൻ കടൽ കടക്കണമെന്നുള്ളതിന് അവർക്ക് ഒരുപാട് ന്യായീകരണങ്ങൾ തന്നെയുണ്ട്. കേംബ്രിഡ്ജിലോ ഹാർവാർഡിലോ എല്ലാം നമ്മുടെ കുട്ടികൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നിൽക്കുക തന്നെ വേണം. എന്നാൽ ഞാൻ നിങ്ങളോട് മറ്റൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് വിദേശികൾക്ക് ഇവിടെ പഠിക്കാൻ വന്നുകൂടാ? വരുന്നവരുണ്ട്, പക്ഷെ അത് വലിയ തോതിലല്ല. നമ്മൾ സാക്ഷരതയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഒന്നാമതാണ്. ഇക്കാര്യത്തിൽ ലോകോത്തര രാജ്യങ്ങളെ പോലും കിടപിടിക്കുന്ന നിലവാരത്തിലാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം. വിദ്യാഭ്യാസ ചരിത്രത്തിൽ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളൊരു നാട്. എന്നിട്ടും ഇന്ന് നമ്മുടെ കുട്ടികൾ ലക്ഷങ്ങൾ മുടക്കി പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ കോളേജുകളിൽ സീറ്റുകൾ കാലിയായി കിടക്കുന്നു. ഇതൊരു വിരോധാഭാസമല്ലേ? ആഫ്രിക്കൻ വിദ്യാർത്ഥിക്കോ ചൈനയിൽ നിന്നുള്ളവർക്കോ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നുള്ളവർക്കോ പോലും പഠിക്കാൻ എന്തുകൊണ്ട് കേരളത്തിൽ വന്നുകൂടാ? കേരളത്തെ എങ്ങനെ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റാൻ സാധിക്കും? കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രം, നമ്മുടെ സാധ്യതകൾ, വെല്ലുവിളികൾ, പരിഹാര മാർഗ്ഗങ്ങൾ എല്ലാം നമുക്കൊന്ന് വിശദമായിട്ട് കാണാം. ഈ സ്വപ്നം ലോകത്തിന് മുമ്പിൽ നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് നൂറ്റാണ്ടുകൾ പിന്നോട്ട് സഞ്ചരിക്കേണ്ടി വരും. ആധുനിക പാശ്ചാത്യ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം 1817 സ്ഥാപിതമായ കോട്ടയത്തെ CMS കോളേജ് മുതൽ പറഞ്ഞു തുടങ്ങാം. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഈ സ്ഥാപനം കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ആദ്യകാല കോളേജുകളിൽ ഒന്നാണ്. ഇതോടെയാണ് നമ്മുടെ നാട്ടിൽ പാശ്ചാത്യ രീതിയിലുള്ള ഉന്നത വിദ്യാഭ്യാസം വേരുറച്ചത്. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ആരംഭിച്ചു. ഇത് മദ്രാസ് യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്തിരുന്നു. ഇതോടൊപ്പം 1838 സ്ഥാപിതമായ തിരുവനന്തപുരം ഒബ്സർവേറ്ററിയും കേരളത്തിലെ ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിന് വലിയ സംഭാവന നൽകി. എന്നാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് 1937 സ്ഥാപിതമായ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയാണ്. തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയുടെ കാഴ്ചപ്പാടോടെ CP രാമസ്വാമി അയ്യരുടെ നേതൃത്വത്തിലാണ് ഈ യൂണിവേഴ്സിറ്റി ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യകാല 16 സർവകലാശാലകളിൽ ഒന്നാണിത്. 1957 കേരളം രൂപീകരിച്ചതോടെ ഇത് കേരള യൂണിവേഴ്സിറ്റിയായി മാറി. തുടർന്ന് 1968 വടക്കൻ കേരളത്തിലത്തെ ഉന്നത വിദ്യാഭ്യാസ ആവശ്യകതയ്ക്കായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായി. CH മുഹമ്മദ് കോയ, EMS നമ്പൂതിരിപ്പാട് എന്നിവരുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, വയനാട് എന്നീ 5 വടക്കൻ ജില്ലകളിലെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഈ സർവകലാശാല സ്ഥാപിച്ചത്. ഇന്നത് കേരളത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്. 395 അഫിലിയേറ്റഡ് കോളേജുകളും 2.25 ലക്ഷം വിദ്യാർത്ഥികളും ഇതിൻ്റെ കീഴിലുണ്ട്. ഇതിനു പുറമെ കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയം, കണ്ണൂർ യൂണിവേഴ്സിറ്റി, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി കാലടി എന്നിങ്ങനെ നിരവധി പ്രത്യേക യൂണിവേഴ്സിറ്റികളും കേരളത്തിലുണ്ട്. ഈ പാരമ്പര്യം തന്നെ തെളിയിക്കുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വേരുറച്ച ഒരു അടിത്തറയുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കേരളത്തിലുള്ള സാധ്യതകളെ കുറിച്ച് നമുക്ക് നോക്കാം. കേരളത്തിലെ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ, അതായത് ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ്, പഠനത്തിന് വളരെ അനുകൂലമാണ്. വടക്കേ രാജ്യങ്ങളിലെ കഠിനമായ ശീതകാലമോ മരുഭൂമി പ്രദേശങ്ങളോ ചൂടോ ഇവിടെയില്ല. വർഷം മുഴുവനും മിതമായ താപനില, ഏകദേശം 25 മുതൽ 35 ഡിഗ്രി വരെ സെൽഷ്യസ്. പ്രകൃതിയുടെ സൗന്ദര്യം, പശ്ചിമഘട്ടത്തിൻ്റെ പച്ചപ്പ്, കായലുകൾ, കടൽത്തീരങ്ങൾ ഇതൊക്കെ പഠനത്തിൻ്റെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് വേണ്ടത് നല്ലൊരു പഠനാന്തരീക്ഷം മാത്രമല്ല, മാനസികമായ സമാധാനവും വേണം. കേരളത്തിൻ്റെ ശാന്തമായ കാലാവസ്ഥയും പ്രകൃതി സൗന്ദര്യവും ഇതിന് മികച്ച പരിഹാരമാണ്. ആയുർവേദം, യോഗ, ധ്യാനം തുടങ്ങിയവയും ഇവിടെ എളുപ്പത്തിൽ ലഭ്യമാണ്. വിദേശത്ത് നിന്ന് വരുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയാണ് സുരക്ഷ. കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ക്രൈം റേറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും വിദേശികൾക്കും ഇവിടെ താരതമ്യേന സുരക്ഷിതമാണ്. ഉന്നതമായ സാക്ഷരത, ആരോഗ്യ പരിപാലന സംവിധാനം, നല്ല പൊതുഗതാഗത സൗകര്യങ്ങൾ എന്നിവയും കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. US-ലോ UK-ലോ പഠിക്കാൻ പോകുന്നൊരു വിദ്യാർത്ഥിയുടെ വാർഷിക ചെലവ് 20 മുതൽ 40 ലക്ഷം രൂപ വരെയാണ്. അതേസമയം കേരളത്തിൽ പഠിച്ചാൽ ട്യൂഷൻ ഫീ ഉൾപ്പെടെ ഒരു വർഷത്തെ ചെലവ് 2 മുതൽ 5 ലക്ഷം രൂപയ്ക്കകം നമുക്ക് നിർത്താൻ സാധിക്കും. ആഫ്രിക്കൻ, സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ ആകർഷകമായിരിക്കും. കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ ഇതിനകം തന്നെ ഇന്ത്യയിലെ മികച്ച മെഡിക്കൽ കോളേജുകളാണ്. തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ, തൃശ്ശൂർ എന്നിവയും സ്വകാര്യ മേഖലയിലെ അമൃത, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജുകളും മികവിന് പേരുകേട്ടവയാണ്. വിദേശ മെഡിക്കൽ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ ഈ മേഖലയ്ക്ക് വലിയ സാധ്യതയുണ്ട്. ഈ സാധ്യതകളെല്ലാം ഉണ്ടായിരുന്നിട്ടും നമുക്ക് ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ലോകത്തിന് മുമ്പിൽ നിൽക്കാൻ നമ്മൾ സമഗ്രമായ ഒരു പരിഷ്കരണം ആരംഭിക്കണം. സർക്കാർ ഇതിനകം സ്റ്റഡി ഇൻ കേരള എന്ന പേരിൽ ഒരു വലിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി വിദേശ സർവകലാശാലകളുമായി സഹകരിച്ച് പുതിയ കോഴ്സുകൾ ആരംഭിക്കാനും നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട്. വിദേശ ഫാക്കൽറ്റിമാരെ വരുത്താനും നമ്മുടെ പ്രവാസി അക്കാഡമിക് സമൂഹത്തെ പ്രയോജനപ്പെടുത്താനും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി, റോബോട്ടിക്സ്, ബയോടെക്നോളജി
ക്ലൈമറ്റ് സയൻസ് തുടങ്ങിയ പുതിയ കാലത്തിൻ്റെ കോഴ്സുകൾക്ക് നമ്മൾ പ്രാധാന്യം നൽകണം. 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം നടപ്പിലാക്കി പഠനത്തോടൊപ്പം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് നൽകണം. അസാപ്പ്, കേരള നോളജ് എക്കോണമി മിഷൻ പോലുള്ള പദ്ധതികളിലൂടെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധിക നൈപുണ്യം നേടാനുള്ള അവസരമൊരുക്കണം. കേരള സർക്കാർ 30 ലക്ഷം പേർക്ക് സ്കിൽ ട്രെയിനിങ് നൽകാനും 20 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ടിട്ടുണ്ട്. പുതിയ അറിവുകൾ സൃഷ്ടിക്കുന്നതിലും കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിലും നമ്മൾ ഇപ്പോഴും ഏറെ പിന്നിലാണ്. സർവകലാശാലകളിൽ ആധുനിക ഗവേഷണ ലാബുകൾ സ്ഥാപിക്കുകയും ഗവേഷകർക്ക് ഫെലോഷിപ്പും ഗ്രാൻറ്റും നൽകുകയും വേണം. യൂണിവേഴ്സിറ്റി ഇൻഡസ്ട്രി കൊളാബറേഷൻ പ്രോത്സാഹിപ്പിച്ച് ഗവേഷണത്തെ വ്യാവസായിക ഉൽപ്പന്നമായി മാറ്റാൻ സാധിക്കണം. വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കണമെങ്കിൽ അവർക്ക് സുരക്ഷിതവും വൃത്തിയുള്ളതുമായ ഹോസ്റ്റലുകൾ, വേഗമേറിയ വൈഫൈ, ആധുനിക ലൈബ്രറികൾ, സ്പോർട്സ് സൗകര്യങ്ങൾ എന്നിവ വേണം. സർക്കാർ കിഫ്ബി വഴി ഇതിനായി വലിയ തുക ഒരുക്കിയിട്ടുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് സെൽ സ്ഥാപിച്ച് വിദേശികൾക്ക് എല്ലാ സഹായങ്ങളും നമ്മൾ നൽകണം. ആയുർവേദം, യോഗ, കഥകളി, മോഹിനിയാട്ടം, കളരിപ്പയറ്റ് തുടങ്ങിയ നമ്മുടെ പരമ്പരാഗത കലാരൂപങ്ങളും ചികിത്സാ രീതികളും പഠിപ്പിക്കുന്ന ഷോർട്ട് ടൈം കോഴ്സുകളായി ആരംഭിക്കണം. എഡ്യൂക്കേഷൻ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനും ഇത് സഹായിക്കും. വിദേശ വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻറ് വിസ ലഭിക്കാനുള്ള നടപടികൾ എളുപ്പവും വേഗമുള്ളതാക്കണം. ഓൺലൈൻ അപേക്ഷയും അനുമതിയും സാധ്യമാക്കണം. ഇന്ത്യൻ എംബസികളിൽ ഈ സംവിധാനം ശക്തിപ്പെടുത്തണം. കേരളത്തെ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റുക എന്നത് ഒരു വിദൂര സ്വപ്നമല്ല. നമുക്ക് ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്, പ്രകൃതിദത്ത സാധ്യതകളുമുണ്ട്. വേണ്ടത് കാഴ്ചപ്പാടിലും നടപ്പിലുമുള്ള ഒരു മാറ്റം മാത്രം. നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ വീണ്ടും ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റണം. 1817 സ്ഥാപിതമായ CMS കോളേജും 1937 സ്ഥാപിതമായ കേരള യൂണിവേഴ്സിറ്റിയും 1968 സ്ഥാപിതമായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും നൽകിയ നേതൃത്വം നമുക്ക് തിരിച്ചുപിടിക്കാൻ കഴിയണം. കേരളത്തിൻ്റെ മനോഹരമായ കാലാവസ്ഥയിൽ പച്ചപ്പിൻ്റെ നടുവിൽ യോഗയുടെ നാട്ടിൽ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ സംസ്കാരത്തെ ലോകത്തിലേക്ക് കൊണ്ടുപോകണം. അത് നമ്മുടെ സോഫ്റ്റ് പവറുമായിരിക്കും. ഈ ശക്തമായ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പുതിയ സ്വപ്നങ്ങൾ കാണേണ്ടത്. ലോകത്തെ എങ്ങനെ ക്ഷണിക്കാം, സൗകര്യങ്ങളെല്ലാം ഒരുക്കി എന്ന് കരുതുക. ഈ സന്ദേശം വിദേശ വിദ്യാർത്ഥികളിലേക്കോ രക്ഷിതാവിലേക്കോ എങ്ങനെ നമ്മൾക്ക് എത്തിക്കാൻ സാധിക്കും? ഇവിടെയാണ് മാർക്കറ്റിങ്ങിന് ശക്തി. വെറുതെ ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ എന്തിനു വരണം എന്നവരെ ബോധ്യപ്പെടുത്തണം. ആഗോള ഡിജിറ്റൽ ക്യാമ്പയിൻ തുടങ്ങാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, യൂട്യൂബ് എന്നിവ വഴി വിദേശത്തെ യുവജനങ്ങളെ ലക്ഷ്യമിട്ട് ആകർഷകമായ വീഡിയോകളും പോസ്റ്ററുകളും പ്രചരിപ്പിക്കണം. മികച്ച ടാഗ്ലൈൻ പ്രയോഗിക്കാം. വിദേശത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു VR ഹെഡ്സെറ്റ് ഉപയോഗിച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൂടെ ഒന്ന് നടന്നു കാണാൻ സാധിച്ചാലോ? ക്ലാസ് റൂമുകൾ, ലാബുകൾ, ഹോസ്റ്റലുകൾ, ലൈബ്രറി, കഫറ്റേറിയ എന്നിവയെല്ലാം 360 ഡിഗ്രിയിൽ അനുഭവിക്കാൻ കഴിയുന്ന വെർച്വൽ ടൂറുകൾ തയ്യാറാക്കി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകളിൽ ഉൾപ്പെടുത്തണം. നിലവിൽ കേരളത്തിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ പറയുന്ന ചെറിയ വീഡിയോകൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും. അവർക്കിവിടെ ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ, സുരക്ഷിതത്വം, കുറഞ്ഞ ചെലവ്, സാംസ്കാരിക അനുഭവം എന്നിവയെക്കുറിച്ച് അവർ തന്നെ സംസാരിക്കട്ടെ. ദുബായ്, സിംഗപ്പൂർ, ലണ്ടൻ, ദോഹ തുടങ്ങിയ നഗരങ്ങളിൽ നടക്കുന്ന വലിയ വിദ്യാഭ്യാസ മേളകളിൽ സ്റ്റഡി ഇൻ കേരള എന്ന പേരിൽ ഒരു വലിയ പവലിയൻ നമ്മൾ ഒരുക്കണം. നമ്മുടെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെയും കോളേജുകളുടെയും പ്രതിനിധികൾ അവിടെ ഉണ്ടാവണം. വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും നേരിട്ട് സംവദിച്ച് അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കണം. വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ എംബസികളിലും കോൺസുലേറ്റുകളിലും സ്റ്റഡി ഇൻ കേരളയെക്കുറിച്ച് വിവരങ്ങൾ നൽകാൻ പ്രത്യേക ഡെസ്കുകൾ ആരംഭിക്കണം. അപേക്ഷ ഫോമുകളും കോഴ്സുകളെക്കുറിച്ചുള്ള വിവരങ്ങളും അവിടെ ലഭ്യമാക്കണം. നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്ന ആയിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. ഇവരെ നമ്മുടെ ബ്രാൻഡ് അംബാസഡർമാരായി നമ്മൾ ഉപയോഗിക്കണം. അവർ ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസ അവസരങ്ങളെക്കുറിച്ച് സംസാരിക്കാനും താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകാനും ഇവർക്ക് കഴിയും. ലോകത്തെമ്പാടും യാത്ര ചെയ്ത് വിദ്യാഭ്യാസ അവസരങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന ധാരാളം യൂട്യൂബർമാരും ഇൻഫ്ലുവൻസർമാരുമുണ്ട്. ഇവരെ കേരളത്തിലേക്ക് ക്ഷണിച്ച് നമ്മുടെ ക്യാമ്പസുകളും ജീവിത രീതിയും ഇവർക്ക് പരിചയപ്പെടുത്തണം. അവർ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നമ്മുടെ സന്ദേശം എത്തിക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് മാറ്റങ്ങളാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്? ഈ ലക്ഷ്യം കൈവരിക്കാൻ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.